ടി പത്മനാഭൻ സാറിന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് അമ്മ വായിച്ചിട്ടുണ്ടോ അത്? ആ ആണോ? അപ്പോ ആ സിനിമ അതില് പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഞാനാ. അപ്പോ ഈ സിനിമ ഈ കഥ ആ പ്രകാശം പരത്തുന്ന അറിഞ്ഞില്ലായിരുന്നോ? ഇല്ല, ഒത്തിരി നാളായി ഷൂട്ട് ചെയ്തിട്ട്. അപ്പൊ ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീനൊന്നും ഇല്ല. അപ്പൊ ഈ കുട്ടിയുടെ കഥാപാത്രം എല്ലാം തനിയാണ്. അപ്പൊ ഞാൻ ഇത് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പത്മനാഭൻ സാറിനെ കാണാൻ പോവാണേ. അപ്പം നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഇതിപ്പോ ഒരു കഥാപാത്രത്തിന് തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ ചെയ്ത് വെച്ചിട്ട് ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. പക്ഷെ ഇത് ഓൾറെഡി ഇത് എഴുതി വെച്ച് ഇത് വായനക്കാരുടെ മനസ്സിലൊരു പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മുടെ വൈബ് ഇതുമായിട്ട് മാച്ച് ചെയ്ത് നിന്നില്ല, അത് ഏക്കില്ല ഒരിക്കലും. അപ്പൊ എത്രയൊന്നും ചിന്തിക്കാൻ അന്ന് എനിക്ക് പറ്റി. ഇതൊക്കെ എനിക്ക് ഇപ്പൊ വന്ന തോട്ട്സ് ആട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാൻ പോവാ സാറിന്. അപ്പൊ ഇതിങ്ങനെ എഴുതി വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഈ പുസ്തകത്തിലുണ്ട്. അപ്പൊ ഞങ്ങള് സാറിനെ കാണാൻ പോയപ്പോ എന്റെ അച്ഛനാണെങ്കിൽ സാറിന്റെ ഭയങ്കര അച്ഛനൊരു പുസ്തകപ്പുഴുവാ. അപ്പൊ അച്ഛൻ സാറിന്റെ വലിയൊരു ഫാനാ. അപ്പൊ ഞങ്ങളിങ്ങനെ കാണാൻ ചെന്നപ്പോ സാർ ഓൾറെഡി ഇതൊക്കെ എടുത്തതൊക്കെ കണ്ടു ജയരാജ് സാറെ കണ്ടുകൊണ്ട് കാണിച്ചു. അപ്പൊ ഞാൻ എത്തിയപ്പോ എനിക്ക് അവിടെ ഒരു പാൽപ്പായസം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ നോക്കിയിരിക്കുക പത്മനാഭൻ സാർ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അയ്യോ, എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എപ്പോഴും ഇങ്ങനെ ചേർത്ത് വെക്കുന്ന കാര്യം. എന്നിട്ട് സാർ ഇങ്ങനെ ജയരാജ് സാറിന്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് ഞാൻ മനസ്സിൽ കണ്ട എന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഇവളാണെന്ന്. അപ്പൊ അത് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് അത് എഴുതിയ ആൾക്ക് അങ്ങനെ തോന്നുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താ, ഞാൻ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നോണ്ടാണ്? അതുകൊണ്ടൊന്നും അല്ല, എന്തോ ഉണ്ട് നിന്റെ അടുത്ത്, എന്തോ ഉണ്ട്.